الشيطان الرجيم بسم الله الرحمن الرحيم يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ഖുത്ബകളിലായി നമ്മൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രവും അതിലെ പാഠങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. ഒരുപാട് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒരു തെറ്റ് ചെയ്യാനുണ്ടായിട്ട് ആ തെറ്റിൽ നിന്ന് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും മാറ്റി നിർത്തിയ ആ ശക്തനായ പ്രവാചകന്റെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ പേരിൽ, ആ തെറ്റിൽ നിന്ന് മാറിയതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത്. തികച്ചും നിരപരാധിയായ ആ യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ജയിലിലുള്ള ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു. അവിടുത്തെ പാറാവുകാർക്ക് പോലും ആ വിഷയം അറിയുമായിരുന്നു. ജയിലിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങി വല്ലാത്ത വശ്യമായ പെരുമാറ്റമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമയുടേത്. ആ പെരുമാറ്റവും ആ ഇടപെടലും ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും യൂസുഫിനെ ഒരു വേണ്ടപ്പെട്ടയാളായി അവർ കണ്ടു. അപ്പോഴാണ് 2 ആളുകൾ ജയിലിലേക്ക് കടന്നു വരുന്നത്. 2 യുവാക്കൾ വന്നുകൊണ്ട് അവർക്കും യൂസുഫ് അലൈഹിസ്സലാമയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ഏതോ ഒരു നാട്ടിലെ ഒരു മനുഷ്യൻ, ആ മനുഷ്യനായി യൂസുഫിനോട് അവർ തങ്ങൾക്ക് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ അവർ വരികയാണ്. ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅസിറു ഖംറ. അതിൽ ഒരാൾ പറഞ്ഞു, എനിക്ക് മദ്യം പിഴിയുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്. വഖാല അൽ-ആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ തഅകുലു അത്വൈറു മിൻഹു. ഞാനൊരു കൊട്ടയിൽ റൊട്ടി ചുമക്കുകയും അതിൽ നിന്ന് പക്ഷികൾ ഭക്ഷിക്കുന്നതായിട്ടുമാണ് ഞാൻ കണ്ടത് എന്ന് മറ്റൊരാളും പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നബ്ബിനാ ബിതഅ്വീലി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. അല്ലയോ യൂസുഫേ, നമുക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ ഏറ്റവും നല്ലൊരു മുഹ്സിനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഏറ്റവും നല്ല സുകൃതം ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഉത്തരം പറയാതെ, നിങ്ങൾക്ക് അടുത്ത ഭക്ഷണം വരുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഈ കാര്യം, ഇതിന്റെ തഅ്വീൽ, ഇതിന്റെ വിശദാംശം അറിയിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി. ഇതെനിക്ക് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഇതെന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ എന്ന് അദ്ദേഹം പറയാം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വഹ്യ്, നുബൂവത്ത്
വന്നു തുടങ്ങിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അവിടെ ഒന്നുകൂടി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലെ, ആ കാരാഗ്രഹത്തിനുള്ളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം ആരാണ് എന്ന് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുകയാണ്. തൗഹീദിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യ മഹിമയൊക്കെ എടുത്തു പറയാം. ഞാൻ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖിന്റെ യാക്കൂബിന്റെ മകനാണ്. ഞാൻ തൗഹീദിന്റെ പരമ്പര എനിക്കുണ്ട്, സ്വാലിഹീങ്ങളുടെ പരമ്പരയിൽ വളർന്നവനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയാണ്, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു ആളുകളുടെ ചര്യയെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ വിമുക്തനാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ വിമുക്തനാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവരാകട്ടെ മിസ്രിൽ ജീവിച്ചിരുന്ന അന്നത്തെ ആളുകൾ ഷിർക്കിലും ഖുറാഫാത്തുകളിലും അന്ധവിശ്വാസങ്ങളിലും കഴിയുന്ന ആളുകളാണ്. അല്ലെ, ഇവിടെ ഒരു മുസ്ലിമിന്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിന് യൂസുഫ് നബി അലൈഹി സ്വലാമയിൽ നിന്ന് പാഠം നോക്കൂ. ഏത് കൊട്ടാരത്തിലാവട്ടെ, ഏത് കാരാഗ്രഹത്തിലാവട്ടെ, എവിടെ വെച്ച് ജീവിക്കുന്നവനാണെങ്കിലും മുസ്ലിം എന്നും എവിടെയും ഒരു മുസ്ലിമായി ജീവിക്കണമെന്നുള്ള ഒരു പാഠമാണ് അള്ളാഹു നമുക്കിതിൽ പഠിപ്പിച്ചു തരുന്നത്. അല്ലെ, അദ്ദേഹം ജീവിച്ചത് ഷിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും എല്ലാത്തിനെയും ആരാധിച്ചിരുന്ന ഒരു നാട്ടിലാണ്. അതിലൊന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല, ഇടപെട്ടില്ല. അവിടുത്തെ ആഘോഷങ്ങളിൽ അദ്ദേഹം ഒന്നും പങ്കെടുത്തില്ല. അല്ലെ, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മിൽ പല ആളുകളും വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവരും അധർമ്മത്തിലും അഴിമതിയിലും തോന്നിവാസങ്ങളിലും ഒക്കെ ഇടപെടുമ്പോൾ ഞാൻ മാത്രം എന്തിനാ വെറുതെ മാറി നിന്ന് മുത്തക്കിയാവുന്നത്, ഞാനും അതിൽ കൂടിക്കൊടുക്കാം. അല്ലെ, ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പോലും മടിക്കുന്ന ആളുകൾ, ഒരു മുസ്ലിമാണ് ഞാൻ എന്ന് എഴുന്നേറ്റ് നിന്ന് കാണിച്ചു കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അല്ലെ, തുമ്മിയാൽ ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ ആളുകൾ നോക്കുമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതല്ല, ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമയിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വളരെ കൃത്യമായി അഭിമാനത്തോടുകൂടി അവിടെ ഉറക്കെ പറയുകയാണ്, തൗഹീദിന്റെ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. എന്നിട്ട് ആ ചാൻസ് അവർക്ക് നല്ലൊരു അവസരമാണ്. നോക്ക്, ആരാണിത്? ഒരു കാരാഗ്രഹത്തിൽ ജീവിക്കുന്ന, എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുമല്ലോ. ജയിലിൽ ജീവിക്കുന്ന ആളുകൾ ഒരു ദിവസമെങ്കിലും നമുക്ക് ജയിലിൽ ജീവിക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ? ഇല്ല. അങ്ങനെയുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം കാലങ്ങളോളം ജീവിക്കുന്നു. അവിടെ ജീവിക്കുമ്പോൾ ഒരവസരം കിട്ടുമ്പോൾ തൗഹീദ് പറയാൻ ആ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു പാഠമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ സാഹിബൈ സിജ്നി അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അല്ലയോ ജയിലിലെ എന്റെ സഹ തടവുകാരെ, വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ റബ്ബുകളാണോ നിങ്ങൾക്ക് ഖൈറ്, അതല്ല അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന ഏകനായ സർവ്വധിപതിയായ അള്ളാഹു ആണോ നിങ്ങൾക്ക് ഖൈറ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അവരുടെ പ്രവൃത്തിയെ യൂസുഫ് നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താ? മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹ അൻതും വആബാഉകും, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ സങ്കല്പിച്ചുകൊണ്ട്, നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ പേര് നൽകിയിട്ട് നിങ്ങൾ തന്നെ സങ്കല്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ കേവലം സങ്കല്പങ്ങളും പേരുകളും മാത്രമാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, യഥാർത്ഥ ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഒരു തെളിവും നിങ്ങൾക്ക് ഇറക്കിത്തരാത്ത കാര്യങ്ങളെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ അല്ലാഹു അല്ലാത്ത ഒരു വിധികർത്താവുമില്ല. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അവനെ മാത്രമല്ലാതെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്ന് അവൻ വിധിച്ചിരിക്കുന്നു. തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും ഋജുവായ ദീൻ എന്നുള്ളത്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, എന്നാൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സത്യത്തെ അറിയാത്തവരാണ്, അതല്ലെങ്കിൽ അംഗീകരിക്കാത്തവരാണ് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ആദ്യം തൗഹീദാണ് പറയേണ്ടത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും തൗഹീദ് ഒരു പ്രാവശ്യം പോലും പറയാത്ത നമ്മൾക്കൊക്കെ ഇതിൽ പാഠമാണ്.
കാലങ്ങളായി നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹപ്രവർത്തകന്മാർ, അല്ലെ, നമ്മുടെ കുടുംബക്കാർ, അള്ളാഹു അല്ലാത്ത പല ശക്തികളെയും വ്യക്തികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, എത്രയെത്ര അവസരങ്ങൾ കിട്ടിയിട്ടും അതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാത്ത നമ്മൾക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമയിൽ വല്ലാത്തൊരു മാതൃകയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്ത മഹത്വമുള്ളൊരു വിഷയമാണ്, അല്ലെ. ഇഖ്ലാസുള്ള എത്രയെത്ര ഒരു ചെറിയ വാക്ക് അത് വല്ലാത്ത വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദുനിയാവിൽ, അല്ലെ. എത്രയോ ആളുകളുടെ പരലോകം ഒരുപക്ഷെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇഖ്ലാസുള്ള ഒരു മനുഷ്യന്റെ ഒരു ലഘുലേഖ ഇങ്ങനെ കൊടുത്തത്, അതല്ലെങ്കിൽ ഒരു തൗഹീദി പ്രഭാഷണം സ്റ്റാറ്റസ് വെച്ചത്, ഒരു ആയത്ത് സ്റ്റാറ്റസ് വെച്ചത്, അതല്ലെങ്കിൽ എന്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയച്ച തൗഹീദി പ്രഭാഷണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഴുത്ത് നമ്മൾ ഇഖ്ലാസോടുകൂടിയാണ് നമ്മൾ അയച്ചത് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ അതിന്റെ പ്രതിഫലം, അതല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഫലം കണ്ടിട്ടില്ല എങ്കിലും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക്, കാലങ്ങൾക്ക് ശേഷമായിരിക്കാം അതിന്റെ പ്രതിഫലനങ്ങൾ ദുനിയാവിൽ കാണുക. അതിങ്ങനെ ഷെയർ ചെയ്ത് എത്രയോ കാലം കഴിഞ്ഞ് ഒരാൾ കാണുകയും തൗഹീദ് മനസ്സിലാക്കുകയും ആ മനുഷ്യന്റെ കീഴിൽ എത്രയോ ആളുകൾക്ക് തൗഹീദ് കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്, അല്ലെ. ഒരു മനുഷ്യൻ കാരണം ഒരുപാട് ആളുകൾക്ക് തൗഹീദ് ലഭിക്കുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെല്ലാം അതിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാവുക എന്ന് പറഞ്ഞാൽ, അല്ലെ, ആ മനുഷ്യൻ കാരണം ഒരു നാട്ടിൽ അള്ളാഹുവിനെ മാത്രം സുജൂദ് ചെയ്യപ്പെടുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു പള്ളി ഉണ്ടായി വരിക എന്ന് പറയുന്നത്, അല്ലെ. അതാണ് ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമെങ്കിലും, പ്രബോധനത്തിന്റെ ഒരു ചെറിയ വിഷയമെങ്കിലും അതിന് വല്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ. ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട 3 ആളുകളിൽ ഒരു വ്യക്തി എന്താണ് ചെയ്തത്? ഒരു വ്യക്തി നമ്മുടെ മുമ്പത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. ഒരു വ്യക്തി അദ്ദേഹം തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിന് ഒത്തുകിട്ടിയപ്പോ ആ പെണ്ണാണ് പറഞ്ഞത്, ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള ആ പെണ്ണിന്റെ ഒരു വാക്കാണ് പിന്നീട് അതിൽ നിന്ന് മാറുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രയാസം, അല്ലെ, ജീവിതം തിരിച്ചു കിട്ടാൻ മാത്രമുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ശക്തിയുള്ള ഒരു വാക്കാണത് എന്ന് നമ്മൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് പ്രബോധനം, നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ചിന്ത എപ്പോഴും തൗഹീദായിരിക്കണം, അല്ലെ. ഈ യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് വലിയ കാര്യത്തിൽ വല്ലാത്തൊരു അവസരം കിട്ടിയപ്പോ പറഞ്ഞതെന്താ? അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ. തൗഹീദാണ് സഹോദരങ്ങളെ. യൂസുഫ് നബി അലൈഹി സ്വലാം ഏറ്റവും അവസരത്തെ ഉപയോഗപ്പെടുത്തിയത് തൗഹീദ് പറയാനാണ്. അതുകൊണ്ട് നമ്മൾ തൗഹീദിന്റെ ആളുകളായി മാറണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. കഥയിലേക്ക് വരാം. അദ്ദേഹം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. യാ സാഹിബൈ സിജിൻ അമ്മ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ. നിങ്ങളിൽ ഒരുവൻ രാജാവിന് മദ്യം വിളമ്പുന്നയാളായി മാറും. വ അമ്മൽ ആഖർ ഫയുസ്ലബ്. നിങ്ങളിൽ ഒരാൾ ക്രൂശിക്കപ്പെടുകയും ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി. നിങ്ങളിൽ ഒരുവനെ ക്രൂശിക്കപ്പെടുകയും അവന്റെ തല വന്ന് പക്ഷികൾ വന്ന് അവന്റെ തലയെ കൊത്തി തിന്നുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഖുലിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ. ഇത് അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്, ഇത് നടന്നിരിക്കുമെന്ന് പറഞ്ഞു. 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് സന്തോഷവും മറ്റൊന്ന് ദുഃഖവുമാണ്. ആര് കൊല്ലപ്പെടുമെന്ന് അവിടെ പറഞ്ഞില്ല, രഹസ്യമാക്കി വെച്ചു. അത് യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ഒരു മാന്യതയാണ്. ഒരാളെ കൂടുതൽ ദുഃഖിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലെങ്കിൽ 2 ആളും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എന്നിട്ട് രക്ഷപ്പെടുമെന്ന് തോന്നിയ ആ മനുഷ്യനോട് രഹസ്യമായിട്ട് പറഞ്ഞു, ഉദ്കുർനി ഇൻദ റബ്ബിക്. നിന്റെ യജമാനനോട് എന്റെ കാര്യം നീ പറയണം. ഇവിടെ ഒരു നിരപരാധിയായ മനുഷ്യനുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കണം പോയിട്ട്. എന്നാൽ അദ്ദേഹത്തിന് അത് പറയാൻ ഓർമ്മ വന്നില്ല. ഫഅൻസാഹു ശൈത്താനു ദിക്റ റബ്ബിഹി. അങ്ങനെ ശൈത്താൻ അദ്ദേഹത്തിന് മറപ്പിച്ചു എന്നാണ്. ഒരുപാട് കാലം പിന്നെയും ബിൽഅ സിനീൻ, ഏതാനും വർഷങ്ങൾ പിന്നെയും യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ കിടന്ന് ജീവിക്കുകയാണ്. അങ്ങനെ ബിൽഅ സിനീൻ എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾ, 7 വർഷങ്ങൾ എന്നാണ് മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. 7 വർഷത്തോളം അദ്ദേഹം ജയിലിലായി ജീവിക്കുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ
അത്ഭുതകരമായ ഇടപെടലുകൾ അവിടെ നടക്കുന്നത്. രാജാവിനൊരു സ്വപ്നം കാണുകയാണ്. അവിടുത്തെ രാജാവിനൊരു സ്വപ്നം കാണുന്നു. വഖാലൽ മലികു ഇന്നി അറാ സബ്അ ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ്. 7 തടിച്ച പശുക്കളും 7 മെലിഞ്ഞ പശുക്കളും 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ വന്ന് തിന്നുന്നതായിട്ടൊരു സ്വപ്നം കാണുകയാണ്. വസബ് അസുംബുലാത്തിൻ ഖുദുരിൻ വ ഉഖറ യാബിസാത്ത്. 7 പച്ചക്കതിരുകളും ഉണങ്ങിയ കതിരുകളും സ്വപ്നം കാണുകയാണ്. ആകെ വെപ്രാളപ്പെടുകയാണ് രാജാവ്. അങ്ങനെ യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫീ റുയായ ഇൻ കുൻതും ലിറുയാ തഅബുറൂൻ. രാജാവ് എല്ലാവരെയും വിളിച്ചു. അവിടെയുള്ള രാജ്യത്തിലുള്ള എല്ലാ മാരണക്കാരെയും അതേപോലെ ജ്യോത്സ്യന്മാരെയും ഒക്കെ വിളിച്ച് അന്നത്തെ നാട്ടിലുള്ള എല്ലാ ഇങ്ങനെയുള്ള പ്രവചിക്കുന്ന ആളുകളെ വിളിച്ചു ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം, ഇതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു. ആർക്കും അറിയില്ല ഈ വിഷയം. ചില ആളുകളൊക്കെ പറഞ്ഞു, ഖാലു അദ്ഗാസു അഹ്ലാമിൻ, ഇത് വെറും പേക്കിനാവാണ്. രാജാവിന് കണ്ടത് പൈശാചികമായ കേവലം പേക്കിനാവ് മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ജഹാലത്ത് അവർ സമ്മതിച്ചില്ല. മറിച്ച് രാജാവിന് കണ്ടത് അത് വെറും പേക്കിനാവ് മാത്രമെന്ന് അവർ പറഞ്ഞു. അറിവില്ലായ്മ അംഗീകരിച്ചില്ല, മറിച്ച് അഹങ്കാരം കാണിച്ചു എന്നാണ്. അങ്ങനെ അപ്പോഴാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആ മനുഷ്യന്റെ ഓർമ്മ വരുന്നത്, യൂസുഫ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വഖാലല്ലദീ നജാ മിൻഹുമാ വദ്ദകറ ബഅദ ഉമ്മത്തിൻ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം യൂസുഫിന് ഓർമ്മയായ ആ മനുഷ്യൻ പറഞ്ഞു, അന ഉനബ്ബിഉകും ബിതഅവീലിഹി ഫഅർസിലൂൻ, എന്നെ വിട്ടേക്കൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് യൂസുഫിന്റെ അടുക്കലേക്ക് പോയിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞു. ഇങ്ങനെ സംഭവം സ്വപ്നം കണ്ടിട്ടുണ്ട് രാജാവ്, എന്താണ് അതിന്റെ തഅവീൽ, എന്താണ്, പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് സമൃദ്ധമായ 7 വർഷം വരാൻ പോവുകയാണ്. ഒരുപാട് സമൃദ്ധിയുള്ള വർഷമാണ്. അതിനുശേഷം ഈ വർഷങ്ങളിൽ നിങ്ങൾ നല്ലോണം കഴിക്കുകയും എന്നാൽ അതിൽ നിന്ന് ബാക്കി വെക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞ് 7 വർഷം വളരെ പട്ടിണിയും പ്രാരാബ്ദവും നിറഞ്ഞ 7 വർഷങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ക്ഷാമവർഷം വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം, അതാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം നല്ല സമൃദ്ധമായ മഴയും ഫലവൃഷ്ടി ഉള്ള ഒരു കാലം അതിനുശേഷം നിങ്ങൾക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം ഈ മനുഷ്യനോട് ചോദിച്ചില്ല, നേരെ അങ്ങ് ഉത്തരം പറഞ്ഞു എന്നാണ്. ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തുന്നാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, അത് നീ ഇതുവരെ രാജാവിനോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയോ അതല്ലെങ്കിൽ ഒരു ഉപാധി വെക്കുകയോ ഒന്നും ചെയ്തില്ല. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ മാന്യത എന്ന് പറയുന്നത്. വിട്ടുവീഴ്ചയുടെ ആൾ രൂപമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ വ്യാഖ്യാനം കേട്ട് രാജാവിന് വല്ലാത്ത അത്ഭുതം തോന്നി, അത്ഭുതവും സന്തോഷവും തോന്നി. കാരണം ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഭാവി പ്രവചനമാണ് യൂസുഫ് നബി അലൈഹി സ്വലാം നടത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആകെ തകിടുമറിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് കേവലം ഒരു ചില്ലറക്കാരനല്ല എന്ന് രാജാവിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവരാൻ പറയാണ്, യൂസുഫിനെ കൊണ്ടുവരുമെന്ന് പറയാം. യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയാണ്, ഞാൻ വരൂല. ഖാല അർജിഅ് ഇലാ റബ്ബിക ഫസ്അൽഹു മാ ബാലു നിസ്വതി അല്ലാതി ഖത്തഅന ഐദിയഹുന്ന ഇന്ന റബ്ബി ബികൈദിഹിന്ന അലീം. നോക്കൂ സഹോദരങ്ങളെ, ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമക്ക്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, ഞാൻ വരൂല. ആദ്യം അവരുടെ കഥ എന്തായി, അവരുടെ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിട്ട് അതിനുശേഷം വന്നാ മതി. എന്റെ വിഷയത്തിൽ കൈമുറിച്ച ചില ആളുകളുണ്ടല്ലോ, കുതന്ത്രം മെനഞ്ഞ, എന്നെ ഇതുവരേക്കും ജയിലിലടക്കാൻ കാരണക്കാരികളായ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്തായി അതറിഞ്ഞിട്ട് മതി എന്ന് പറയാണ്. അങ്ങനെ രാജാവിന് കൂടുതൽ അത്ഭുതം തോന്നുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യനോ, ഒരു മനുഷ്യനായാൽ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യനോ, കൂടുതൽ രാജാവിന് മതിപ്പും സ്ഥാനവും അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയാണ്. അപ്പൊ രാജാവ് സ്ത്രീകളെയൊക്കെ വിളിച്ചുകൂട്ടി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്തത്, പറയൂ, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാം. അവരെല്ലാവരും സമ്മതിക്കുകയാണ്. ഖുൽന ഹാശ ലില്ലാഹ്
സുബ്ഹാനല്ലാഹ്, ആ യൂസുഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുപോലും നമ്മൾ കണ്ടിട്ടില്ല, ഒരു അപാകത പോലും നമ്മൾ കണ്ടിട്ടില്ല എന്ന് ആ സ്ത്രീകൾ ഒന്നടങ്കം പറയുകയാണ്. എന്നിട്ടപ്പോൾ എല്ലാവരും സമ്മതിച്ചപ്പോ അസീസിന്റെ ഭാര്യ കൂടി പറയാൻ തുടങ്ങി, അൽ ആന ഹസ്ഹസൽ ഹഖ്, ഇതാ സത്യം വെളിപ്പെട്ടിരിക്കുകയാണ്, സത്യം അത് നടപ്പിലായിരിക്കുകയാണ്. ആരെത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം അതൊരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അന റാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് യൂസുഫിനെ വക്രീകരിച്ചത്, അവന്റെ ശരീരം ദുരുപയോഗം ചെയ്യാൻ ഞാനാണ് ഉദ്ദേശിച്ചത് എന്ന് അവിടുന്ന് അസീസിന്റെ ഭാര്യയും പറഞ്ഞു. വ ഇന്നഹു ലമിന സ്വാദിഖീൻ, അദ്ദേഹമാകട്ടെ സത്യസന്ധനാണ് എന്ന് അവിടുന്ന് പറയാണ്. അല്ലേ, ലോകം എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ ചാരിത്രശുദ്ധിയുമെല്ലാം ലോകം അറിയുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം വളരെ തികച്ച നിരപരാധിയാണ് എന്ന് എല്ലാവർക്കും വ്യക്തമാവുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടും വരാത്ത ആ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ രാജാവിന് അദ്ദേഹത്തിനോടുള്ള സ്ഥാനവും വല്ലാത്തൊരു ആദരവും ഒക്കെ തോന്നിയിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ കൊണ്ടുവരൂ, ഞാൻ അദ്ദേഹത്തിന് വലിയ സ്ഥാനം നൽകാം, എന്റെ പ്രത്യേകക്കാരിൽ അദ്ദേഹത്തെ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയാണ്. എന്നിട്ട് അവരോട് യൂസുഫ് നബി അലൈഹി സ്വലാമയോട് പറഞ്ഞു, നീ ഇന്ന് നീ വല്ലാത്ത സ്ഥാനം നിനക്കുണ്ട്, എന്റെ അടുക്കൽ വലിയ സ്ഥാനം നിനക്കുണ്ട്. ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ, താങ്കൾ അമാനത്തുള്ളവനാണ്, എന്റെ അടുക്കൽ വലിയ സ്വാധീനമുള്ളവനാണ്, സ്ഥാനമാനങ്ങളുള്ളവനാണ് എന്നൊക്കെ പറയാം. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീളുൻ അലീം, ഇവിടെയുള്ള ഭക്ഷ്യവകുപ്പ് അത് എനിക്ക് നിങ്ങൾ ഏൽപ്പിക്കണം, ഞാൻ അതിനെപ്പറ്റി വളരെ വിവരമുള്ള സൂക്ഷിപ്പുകാരനാണ് എന്ന് അദ്ദേഹം ചോദിച്ചു വാങ്ങുകയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഖുദ്റത്താണ്. നോക്കൂ, എത്ര പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്, എന്നാൽ അദ്ദേഹം വലിയൊരു സ്വാധീനത്തേക്കും വലിയൊരു സ്ഥാനത്തേക്കും എത്തിപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടുത്തെ ഭക്ഷ്യവകുപ്പ് അതല്ലെങ്കിൽ ധനകാര്യ വകുപ്പ്, ഇത് രണ്ടും ഉള്ള ഒരു മന്ത്രിയായി അദ്ദേഹം മാറുകയാണ്. എത്ര പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പറ്റി പറയുന്നത്, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദി യതബവ്വഉ മിൻഹാ ഹൈതു യശാ. യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് ഇഷ്ടമുള്ളയിടത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നാം ഏർപ്പെടുത്തി കൊടുത്തു. നുസീബു ബിറഹ്മതിനാ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മളുടെ റഹ്മത്ത് നൽകുന്നതാണ്. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകൾക്ക് ഒരിക്കലും നാം അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല. വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹ് പറയാണ്, അവരുടെ പ്രതിഫലം പരലോകത്താകട്ടെ അവരുടെ പ്രതിഫലം അവർക്ക് ഏറ്റവും ഖൈറായതാണ്. ആർക്ക്? ലില്ലദീന ആമനു വകാനു യത്തഖൂൻ, അല്ലാഹുവിൽ കൃത്യമായി അടിയുറച്ച വിശ്വാസം സ്വീകരിക്കുകയും വകാനു യത്തഖൂൻ, ജീവിതത്തിൽ തഖ്വ കൈകൊണ്ട് ജീവിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം പരലോകത്തും അല്ലാഹു നൽകുമെന്ന് അല്ലാഹു ലോകരോട് പറയാം. നോക്കൂ, ജയിലിൽ
താമസിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ അവിടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. അപ്പോ വിശ്വാസികൾക്ക് ഇവിടെയുള്ള പാഠം എന്നുള്ളത്, എത്ര പരീക്ഷണങ്ങളെ നേരിട്ടാലും നമ്മൾ തഖ്വ കൈകൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ, ഇഹ്സാനോടുകൂടി മുഹ്സിനീങ്ങളായി ജീവിക്കുന്നവരാണ് എങ്കിൽ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം, ആത്യന്തികമായ വിജയം എന്നുള്ളത് അത് മുത്തഖീങ്ങൾക്കാണ്. അല്ലെ അള്ളാഹു പറഞ്ഞില്ലേ, അസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ, അനിഷ്ടകരമായ കാര്യങ്ങൾ, നമ്മൾക്കത് എത്ര വെറുപ്പായി തോന്നിയാലും ഒരുപക്ഷെ അത് നമ്മൾക്ക് ഖൈറായിരിക്കും. ഇമാം അഹ്മദ് റഹിമഹുല്ലയെ ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്തിനാണ്? അന്നത്തെ ഭരണകൂടം അദ്ദേഹം ഇൽമു പറയാൻ പാടില്ല, ഹദീസ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തെയും അവിടുത്തെ ഭരണകൂടം ജയിലിൽ അടച്ചിരുന്നു, അവരുടെ ഇൽമിനെ തടഞ്ഞു വെക്കാൻ. എന്നാൽ ലോകം നിറയുമാറ് ഇൽമാണ് പിന്നീട് അവരുടേതായി പ്രചരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും അനിഷ്ടകരമായ പ്രയാസം വന്നു ഭവിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കേണ്ടവനല്ല വിശ്വാസി, മറിച്ച് ആ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടവനാണ് എന്ന ഒരു ഉത്തമമായ പാഠമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന്, ആ മഹാനായ മനുഷ്യനിൽ നിന്ന് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകൾക്കും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവന്റെ മഹത്തായ ഫദ്ലു കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല തഖ്വയുടെ ആളുകളായി, തഖ്വയുള്ളവർക്ക് മാതൃകകളായി അള്ളാഹു നമ്മയെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കൊണ്ട് കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലുമെല്ലാം അള്ളാഹു ബറക്കത്തും അഭിവൃദ്ധിയും സമൃദ്ധിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് രക്ഷയും സമാധാനവും വിജയവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഗസയുടെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹു അവരുടെ ശത്രുക്കളെ നശിപ്പിച്ച് എറിയുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.